ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുലിഖിതം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിവി, സ്ഥലം തളിയോലപ്പറമ്പ്. എനിക്ക് 8 വർഷം മുമ്പ് SLE എന്ന വാദസംബന്ധമായ ഒരു മാരക രോഗം പിടിപെട്ട് ശരീരത്തിലെ എല്ലാ ജോയിൻറ്റുകളും ഒടിഞ്ഞു പൊടിഞ്ഞു പോണ വേദന. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഈ രോഗം ഇനി മാറില്ല എന്നാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞത്. ഞാൻ നിരാശപ്പെട്ടില്ല. ടെലിവിഷനിലൂടെയുള്ള അഭിഷേകാഗ്നി എന്നൊരു വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരുന്നുണ്ടായിരുന്നു. എനിക്ക് വിശ്വാസം വർദ്ധിച്ച് എൻ്റെ രോഗം മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്തു. സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ രോഗം വിട്ടുമാറി. ഡോക്ടർമാർ മരുന്ന് നിർത്തിക്കൊള്ളാൻ എനിക്ക് നിർദ്ദേശം തന്നു. ഇന്ന് ഞാൻ മരുന്ന് നിർത്തി, മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പം എനിക്ക് രോഗമോ വേദനയോ ഒന്നുമില്ല. എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ഒരു അഭിഷേകമായി ഇപ്പോൾ തുറക്കണമേ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരങ്ങളടിച്ച് വലിയ വിശ്വാസത്തോടെ സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, കൂട്ടായ്മയോട് ചേർന്ന് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഉന്നതമായ അഭിഷേകങ്ങളെ ഇപ്പൊ തുറക്കണമേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവാരാധന അഭിഷേകം നിറയട്ടെ, ദൈവ സ്തുതിപ്പിന്റെ അഭിഷേകം നിറയട്ടെ.
പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, അത്ഭുത രോഗസൗഖ്യങ്ങൾ നിറയട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, സാത്താൻ കൂട്ടങ്ങൾ അലർക്കൊണ്ട് ഓടി മറയട്ടെ, പ്രാർത്ഥനാ കൃപകൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, യുവതിവാക്കന്മാർ കൃപ പ്രാപിക്കട്ടെ, സമൂഹം മുഴുവൻ അത്ഭുത അഭിഷേകത്താൽ നിറയട്ടെ, വലിയ ആഹ്ലാദം കുടുംബങ്ങളിൽ തിരതല്ലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവം. ജെറമ്യാ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് ഞാൻ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിശയകരമായി പ്രവഹിക്കാൻ സാത്താൻ ഉയർത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു തടസ്സമാണ് അവിശ്വാസത്തിൻ്റെ വാക്ക്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അവിശ്വാസത്തിൻ്റെ വാക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അവിശ്വാസ വാക്ക് അത് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കാൻ ഒരു കനത്ത കോട്ടയായി പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിൽ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഒരു പാവപ്പെട്ട ഒരു വിധവ എലീഷ പ്രവാചകൻ്റെ അരികിലേക്ക് വരികയാണ്. എലീഷ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ഭർത്താവ് അങ്ങയുടെ കൂടെ കുറേ കാലം ശുശ്രൂഷ ചെയ്തിരുന്നതാണ്. പാവപ്പെട്ട കുടുംബമാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കാലങ്ങളായി. ഒരുപാട് കടമുണ്ട്. ഇന്ന് പട്ടിണി കൊണ്ട് നിവൃത്തിയില്ല. കടം വീട്ടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കടം തന്ന മനുഷ്യന്മാർ ഞങ്ങളോട് വന്നിട്ട് നിന്റെ മക്കളെ വിറ്റ് കടം വീട്ട് എന്ന് എന്നെ നിർബന്ധിക്കുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. 1-ാമത്തെ വാക്യം, പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഇതാണ് കുടുംബത്തിൻ്റെ പ്രശ്നം. ഉടനെ എലീഷ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഉടനെ ആ വിധവ പറഞ്ഞു, ഒരു ഭരണി എണ്ണ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വല്ല വിരുന്നുകാരും വന്നാൽ പെട്ടെന്നൊരു അപ്പം ചുട്ടു കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം. എന്നാൽ ഒരു ഭരണി എണ്ണ മാത്രം ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എലീഷ പ്രവാചകൻ പറഞ്ഞു, മതി മതി മതി, അത് ധാരാളം മതി. നീ ചെന്ന് സമീപ വീട്ടിൽ ചെന്ന് ഒരുപാട് പാത്രങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് ഈ ഭരണി എണ്ണ ആ പാത്രങ്ങളിലേക്ക് പകരുക. നിറയുന്ന പാത്രങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് ആ എണ്ണ വിറ്റ് നിന്റെ കടം വീട്ടുക. ആ വിധവ അതുപോലെ വിശ്വസിച്ച് വീട്ടിലേക്ക് ചെന്നു. മക്കളുണ്ട്, മക്കളെയും കൂട്ടി അടുത്ത വീടുകളിലെല്ലാം പോയി ഒരുപാട് പാത്രങ്ങൾ, കാലിപ്പാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ എണ്ണ അങ്ങോട്ട് പകരാൻ തുടങ്ങി. അത് രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. ഒരു ടീം വർക്കാണ് ഇവിടെ, ഒരു ടീം ശുശ്രൂഷയാണിത്. ഇതാ ടീം ലീഡർ വിധവ മുമ്പിൽ നിൽക്കുകയാണ്. ടീം മെമ്പേഴ്സ് 2 പേര്, 2 കുട്ടികളുണ്ട്, അത് സൈഡിൽ നിൽക്കുകയാണ്. ഈ വിധവ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുമ്പം ഈ കുട്ടികൾ അത് മാറ്റി വെച്ചിട്ട് ആ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത കാലിപാത്രവുമായി വന്ന് നിൽക്കുകയാണ്. ഉടനെ വിധവ അത് മാറ്റി വെച്ചിട്ട് ഈ കാലിപാത്രം വാങ്ങി നിറയ്ക്കും. അത് നീരാറാകുമ്പോൾ ഇതാ ഈ കുട്ടികൾ പോയി വലിയ ചെമ്പുകലങ്ങളും വലിയ കലങ്ങളും അലുമിനിയം കലങ്ങളും എല്ലാം കൂടെ ഉന്തി ഇതാ കൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവന്ന് വെക്കും. നമുക്കൊരു ടീം സ്പിരിറ്റായിട്ട്, ഒരു ടീം വർക്കായിട്ട് അവരിങ്ങനെ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ പാത്രങ്ങളും നിറഞ്ഞു. എന്നിട്ട് ഈ അമ്മ പറഞ്ഞു, ഈ പാത്രം കൊണ്ടുവാ.
ഉടനെ ആ കുട്ടികൾ പറയാണ്, മതി, തീർന്നു, ഇനിയില്ല. നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രന്മാരോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ല എന്ന് അവൻ മറുപടി പറഞ്ഞു. എണ്ണയുടെ ഒഴുക്ക് നിലച്ച്. ആ അത്ഭുതം അവിടെ നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ടീം വർക്കായിട്ട്, ഒരു ടീമായി കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ, ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണാൻ ടീം ഒരുമിച്ച് വിശ്വാസത്തോടെ പോരാടണം, വിശ്വാസത്തോടെ കാണണം, വിശ്വാസത്തോടെ പറയണം. ടീമിൽ 1-2 പേര് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവാഹം ബ്ലോക്കാക്കുകയാണത്. നെഗറ്റീവ്, മതി, തീർന്നു, ഇല്ല, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നതോടുകൂടെ ദൈവകൃപയുടെ പ്രവാഹം അവിടെ നിലയ്ക്കുകയാണ്. അച്ഛൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയുണ്ട്. സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ അനേകം പേര് അവർ എന്ത് കാര്യം പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരുമ്പോൾ അത് ടീമിലേക്ക് പറയുമ്പോൾ ശരി നമുക്ക് ഉടനെ നടപ്പാക്കാം. ടെലിവിഷനിൽ ശിശുവോടാണ് പറഞ്ഞു, ശരി നമുക്ക് ഉടനെ നടപ്പാക്കാം. ഇതാ ഒരു പുതിയ മിനിസ്ട്രി ആരംഭിക്കാമെന്ന് പറഞ്ഞു, ശരി ഉടനെ നടപ്പാക്കാം. അങ്ങനെ എന്ത് കാര്യം പരിശുദ്ധാത്മാവ് പ്രേരണ തന്നാലും അത് പറയുമ്പോൾ ശരി നമുക്ക് നടപ്പാക്കാം, നമുക്ക് പറ്റും. അങ്ങനെയുള്ള വിശ്വാസകൃപയുടെ വീരന്മാരുണ്ട്. എന്നാൽ വേറെ ചില അച്ഛൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യം പറയുമ്പോഴും ഇത് നടക്കുമോ, അതിനുള്ള കഴിവ് നമുക്കുണ്ടോ, ഇപ്പോൾ വേണോ, അത് കുറച്ച് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് മതിയോ, ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ വാക്ക്, അവിശ്വാസത്തിൻ്റെ വാക്ക്, മടുപ്പിൻ്റെ വാക്ക്, ഇത് ദൈവകൃപയെ ബ്ലോക്ക് ചെയ്യുന്നു, ഇത് ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേക പ്രതിഭാസം, വളരെ ഉന്നതമായ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി യേശു പോകുമ്പോൾ എല്ലാ ശിഷ്യന്മാരെയും യേശു കൂടെ കൊണ്ടുവരുന്നില്ല. 1, 2, 3 ശിഷ്യന്മാരെ മാത്രം കൂടെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ അവരുടെ പ്രത്യേകത ഈ വിശ്വാസ കൃപ കൊണ്ട് നിറഞ്ഞ് അവിശ്വാസം പറയുന്നില്ലെന്നൊരു പ്രത്യേകത ആയിരുന്നിരിക്കാം. എന്തായാലും ശരി, 12 പേരെയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ കൂടെ കൊണ്ടുപോകുന്നത് കാണുന്നില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് അവനൊരു മലയിലേക്ക് പോയി. പല കാര്യങ്ങളിലും ഇവരെ മാത്രം കൂട്ടിക്കൊണ്ട് പോകുന്ന രംഗമാണ് ബൈബിളിൽ കാണുന്നത്. അവിശ്വാസത്തിൻ്റെ വാക്ക് വളരെ കഠിനമായി ദ്രോഹം നമ്മുടെ അവിശ്വാസ ജീവിതത്തിൽ, ആത്മീയ അഭിവൃദ്ധിയിൽ, ദൈവത്തിന് അനുഗ്രഹം കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ കഠിനമായി ദ്രോഹം ചെയ്യുന്ന ഒരു തിന്മയാണ് അവിശ്വാസത്തിൻ്റെ വാക്ക്. വിശുദ്ധ ലിഖിതത്തിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 58-ാം തിരുലിഖിതം, യേശു സ്വന്തം പട്ടണമായ, സ്വന്തം സ്ഥലമായ നസറത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് യേശുവിനെ കുറിച്ച് ചില അവിശ്വാസം. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ ആ മേരിയുടെ ജോസഫിൻ്റെ മകനല്ലേ, ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ എന്ത് കഴിവുണ്ടെന്ന്, ഇങ്ങനെ യേശുവിനെ കുറിച്ച് അവർ ദുഷിച്ച് പറയുക. ബൈബിൾ പഠിപ്പിച്ചിരിക്കുകയാണ്, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അവരുടെ അവിശ്വാസങ്ങൾ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. എന്താ അവരുടെ അവിശ്വാസം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യത്തിലുണ്ട്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ, യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ, ഇവൻ്റെ സഹോദരന്മാരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇവനിതല്ല ഇവിടെ നിന്ന്. ഇങ്ങനെയുള്ള ഓരോ അവിശ്വാസ വാക്കുകൾ ശവത്തിൽ നിന്ന് പുഴു വരണോലെ ഇവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. ബൈബിൾ പഠിപ്പിക്കുകയാണ്, സ്വന്തം പട്ടണമായ, സ്വന്തം നഗരമായ, സ്വന്തം സ്ഥലമായ നസ്രത്തിൽ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല.